കാലൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് തോന്നുന്ന ദിവസങ്ങൾ. ഇപ്പോൾ 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ നാളെ ഒരു പെഡിക്യൂർ ചെയ്തിട്ട്, അപ്പൊ അങ്ങനെ അത് എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാറില്ല. പിന്നെ മാസത്തിലൊരു ദിവസം അങ്ങനത്തെ ഒരു റുട്ടീനൊന്നും എനിക്കില്ല. പക്ഷെ എന്നാലും ചില സമയത്ത് തോന്നും കാലൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ചെയ്യണ ഒരു പരിപാടിയാണ് പെഡിക്യൂർ. അപ്പോൾ 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരു ഫസ്റ്റ് തന്നെ നമ്മുടെ കാല് വാം ചെയ്തിട്ട് നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ കളയും. അത് കഴിഞ്ഞിട്ടൊരു മാസ്ക് പ്ലസ് സ്ക്രബ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് രണ്ടും കൂടി ചെയ്യും. പിന്നെ നെയിൽ പോളിഷ് ഇടുക, മോയ്സ്ചറൈസർ ഇടുക, അതാണ് സംഭവം. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൂടാണ്ട് തന്നെ എൻ്റെ കാല് പറയുന്നത് ഭയങ്കര ഡ്രൈ ആണ്. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡ്രൈ ആണ് എൻ്റെ ഫുൾ ബോഡി അങ്ങനെ തന്നെയാണ്. പക്ഷെ കാല് അതിനേക്കാളും ഡ്രൈ ആണ്. തൊലി പോണ അവസ്ഥയൊക്കെ എനിക്ക് ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ തൊലിയൊന്നും പോണില്ല, പക്ഷെ ഭയങ്കര ഡ്രൈ ആണ്. ഭയങ്കര ഡ്രൈ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ. ഞാൻ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത്രത്തോളം ഡ്രൈ ആണ്. അപ്പം ഞാൻ ഇത് ഇടയ്ക്കേ ചെയ്യാറുള്ളൂ. കാരണം ഡ്രൈ ആയ സ്കിന്നിന് ഇങ്ങനെ എപ്പോഴും ചെയ്താൽ അത്ര നല്ലതല്ലോ. ഇതാണ് എന്റെ കാലിന്റെ അവസ്ഥ. നല്ല അലമ്പായിട്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല ഡ്രൈയോ ആണ്. നല്ലോണം മോയ്സ്ചറൈസർ ആവശ്യമുണ്ട് ഇതിന്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എന്റെ കാല് എപ്പോഴും തൊലി പോകുന്നൊരു ടൈപ്പ് ഉള്ളതാണ്. അത് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ്. ഇപ്പോ അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പോവാറുണ്ട് നല്ലോണം. അതുകൊണ്ട് എനിക്ക് കുറെ ഡെഡ് സ്കിൻസ് വരാറില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, കോഫി പൗഡർ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വിറ്റാമിൻ ഇ ഓയിലാണ്. എന്റെ കാല് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരെണ്ണം ചേർക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്രയും കൂടി ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കൂടിയാണ് ചേർക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇപ്പം മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല കേട്ടോ. ഇനി നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കാല് മുക്കി വെക്കണം. പരന്ന പാത്രം എടുക്കുന്നതിന് നല്ലത് ഇങ്ങനത്തെ ഒരു ബക്കറ്റ് എടുക്കുന്നതാണ്. നമ്മുടെ കാല് ഫുള്ളായിട്ട് മുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിന്നെ ബോഡി വാഷ് ആണ്, അല്ലെങ്കിൽ ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തത്. അങ്ങനെയൊന്നും നിങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ കാല് മുക്കി വെക്കാൻ പറ്റുണ്ടോ നോക്കിയിട്ട് മാത്രം വെക്കുക. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വെച്ച കാരണം നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇത് ഇതുപോലെ ആക്കി എടുത്തു. കൈകൊണ്ട് മിക്സ് ചെയ്യണമെന്നില്ല, നമ്മൾ കാലയിൽ ഇടുമ്പോൾ തന്നെ അത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല പതഞ്ഞ് കിട്ടും ആ വെള്ളം. ഒരു 10-20 മിനിറ്റ് വെക്കണേ മുന്നേ തന്നെ നമ്മുടെ കാലൊക്കെ നല്ലോണം സോക്കായി കിട്ടിയിട്ടുണ്ടാവും. എന്റെ കാലിന്റെ ഉപ്പുറ്റിക്ക് അവിടെ ഒന്നും ഡെഡ് സ്കിൻസ് അധികം ഒന്നും ഇല്ലാത്ത കാരണം അവിടെ ഒന്നും കളയുന്നില്ല. ഞാൻ ഈ നെയിൽസിന്റെ ക്യൂട്ടിക്കിൾസ് ഒക്കെയാണ് കളയുന്നത്. ഉറ്റിയുടെ ഭാഗത്തൊക്കെ നല്ലോണം ഡെഡ് സ്കിൻസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൂടി നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ഒരു സാധനം ഇല്ലേ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ സാധനം തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഇതുപോലെ കളയാൻ പറ്റുന്ന ഒരു സാധനം അതിൽ എടുത്താൽ മതി. എന്റെ നെയിൽസിന്റെ ഇവിടെയൊക്കെ നല്ലോണം ഡെഡ് സ്കിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റു ഭാഗത്തൊന്നും ഇല്ലെങ്കിലും ഇവിടെ നല്ലോണം ഉണ്ടാവും, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അവിടെയും ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലോണം റിമൂവ് ആയിക്കോളും. നമ്മുടെ ടാനിങ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലോണം ഇങ്ങനെ ഉരച്ച് ഇതാക്കി കൊടുക്കണ്ട, പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നാണെന്നുള്ളൊരു ബോധത്തിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നല്ലോണം ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം എന്തായാലും. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതാണ്. നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയി. ഇച്ചിരി തിക്കായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ കാല് നല്ലോണം ഇങ്ങനെ ഇരുന്നോളും. പിന്നെ പാല് ഫുള്ളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാലിനൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഇതൊന്ന് മാസ്ക് പോലെ ആദ്യം ഇട്ടിട്ട് പിന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 in 1 ആയി. സ്ക്രബിന് വേറെ മാസ്കിന് വേറെ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഒറ്റ സാധനം ചെയ്താൽ മതി, സെറ്റ് ആയിരിക്കും. അപ്പം ഞാൻ അധികം ഡ്രൈ ആക്കാൻ നിന്നില്ല, കാരണം അറിയാലോ എൻ്റെ കാല് ഓൾറെഡി ഡ്രൈ സ്കിൻ. അപ്പോൾ ഞാൻ ഭയങ്കര ഡ്രൈ ആക്കാൻ നിന്നില്ല. അത് കഴിച്ച് ഞാൻ നല്ലോണം ഇത് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വിരലിൻ്റെ അവിടെ ആ ഭാഗത്ത് നല്ലോണം ഡാർക്ക് സ്കിൻ ഉണ്ടോ അവിടെയൊക്കെ നല്ലോണം എനിക്ക് തൊലി പോണതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കുള്ള കാലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നെയിൽ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് നെയിൽ കട്ട് ചെയ്യാം. നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിലൊക്കെ കട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണില്ല. ഞാൻ എൻ്റെ കാലിൻ്റെ നെയിൽ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാല് നഖുണ്ടെന്ന് പോലും കാണില്ല. അതുപോലത്തെ ഒരു നെയിലാണ് എൻ്റെ. വളരെ ചെറിയ നെയിൽസ് ആണ് എൻ്റെ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. അങ്ങനെ എൻ്റെ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എൻ്റെ കാലൊന്ന് നന്നായിട്ട് റിഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ദേ നോക്കിക്കേ.
അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസേഷനും പിന്നെ വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാലം എക്സ്ട്രീം ഡ്രൈ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലോണം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോഡി ലോഷൻ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലോണം ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം അബ്സോർബ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആ നെയിൽസിലൊന്നും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണമെന്നില്ല, പക്ഷെ എന്നാലും അറിയാണ്ടതായി പോയത് അവിടെ. അങ്ങനത്തെ മൊത്തത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട്. മാസ്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ നെയിൽസിനൊന്നും ആവാണ്ട് സൂക്ഷിച്ചോളൂ, കാരണം അവിടെ യെല്ലോ ഷെയ്ഡ് വന്നേക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത് ഈ ഒരു കളർ ഞാൻ നേരത്തെ ഇട്ട കളർ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ, അത് കാരണം ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ നെയിൽ കിറ്റാണ് ഇട്ടത്. ഞാൻ മീഷോന്ന് മേടിച്ചത് 100 സംതിങ് അങ്ങാണ്ടേ ഉള്ളൂ. ഇതിൽ 3 നെയിൽ കട്ടറുണ്ട്. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ആ സാധനം ഉണ്ട്, ഇങ്ങനെ ഉരയ്ക്കുന്ന സാധനമില്ലേ നെയിൽ ഷേപ്പ് ചെയ്യുന്നത്. ഒരു ചെറിയ നെയിൽ കട്ടറും പിന്നെ ഒരു വലിയ നെയിൽ കട്ടറും പിന്നെ സൈഡ് കട്ട് ചെയ്യുന്ന ഒരു നെയിൽ കട്ടറും പിന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇതിലുള്ളത്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല വേർത്താൻ തോന്നിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതേ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഞാൻ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ കാല് കണ്ടു, നല്ല വൃത്തിയില്ല ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നെയിൽ പോളിഷ് ഇട്ടത് കുറച്ച് അലമ്പായി പോയി, അത് കുഴപ്പമില്ല. അത് കുളിക്കുമ്പോൾ ഒക്കെ സൈഡിലൊക്കെ പോയിട്ട് നല്ല സെറ്റ് ആയിക്കോളും. എനിക്ക് എന്തായാലും എൻ്റെ കാല് കണ്ടിട്ട് നല്ലൊരു ആശ്വാസം ഉണ്ട് ഇപ്പം എന്തായാലും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.